തൈറോയിഡ് ഗ്രന്ഥിയും അതിലുണ്ടാകുന്ന രോഗാവസ്ഥയെക്കുറിച്ചും മികച്ച ചികിത്സ രീതികളെപ്പറ്റിയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് I am Dr. Anu Anthony Verghese, consultant, bariatric and laparoscopic surgeon, NIMS Micro Hospitals, Trivandrum. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം തൈറോയിഡ് ഗ്രന്ഥിയും അതിനുണ്ടാകുന്ന രോഗാവസ്ഥയും അതിനാവശ്യമായിട്ടുള്ള ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ തൈറോയിഡ് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മളുടെ സീഷോർ കടലോര പ്രദേശങ്ങളിൽ അതിനോടുള്ള നമ്മുടെ അടുപ്പവും അല്ലെങ്കിൽ നമ്മുടെ ആഹാര ക്രമീകരണവും എല്ലാം ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കം അല്ലെങ്കിൽ മുഴകൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന തൈറോയിഡ് ഗ്രന്ഥികളിൽ വളരെ 10% താഴെ മാത്രമേ അവയ്ക്ക് ശസ്ത്രക്രിയയുടെ ആവശ്യം വരാറുള്ളൂ. വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഒരു വലിയ മുറിവുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് വളരെ യങ് ഏജിൽ 20 വയസ്സ് 25 വയസ്സിൽ തന്നെ തൈറോയിഡിൽ പാപ്പിലറി കാർസിനോമ എന്ന് പറയുന്നൊരു രോഗാവസ്ഥ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. എസ്പെഷ്യലി സ്ത്രീകളിലാണ് അത് കൂടുതലായിട്ടുണ്ടാകുന്നത്. വിവാഹത്തിനൊക്കെ മുമ്പ് തന്നെ കഴുത്തിൻ്റെ മുൻവശത്തായിട്ട് ഒരു വലിയ മുറിപ്പാടുണ്ടാകുകയാണ് ഈ ശസ്ത്രക്രിയ മുഖേന. ഇത്രയും നാൾ നമുക്കത് മാത്രമേ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് അത് താക്കോൽ ദ്വാരത്തിൽ ആ തൈറോയിഡ് നീക്കം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ കഴുത്തിൻ്റെ മുൻഭാഗത്ത് വളരെ വലിയൊരു മുറിപ്പാട് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഒരു സ്കാർ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ചെറിയ സുഷിരങ്ങളിലൂടെ 5 മില്ലിമീറ്ററോ 1 സെൻറ്റിമീറ്ററോ ഉള്ള ചെറിയ സുഷിരങ്ങൾ നമ്മളുടെ 2 ആക്സിലുകളിലും കക്ഷത്തോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് വളരെ ചെറിയ മുറിവുകളുണ്ടാക്കി അതിലൂടെ നമുക്ക് എത്ര വലിയ തൈറോയിഡ് മുഴയാണെങ്കിലും നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ നമ്മൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്ന അല്ലെങ്കിൽ കീഹോൾ സർജറി ചെയ്യുന്ന എല്ലാ അഡ്വാൻറ്റേജസും ഇതിൽ കിട്ടും. ഒന്ന്, തൈറോയിഡ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, പാരാതൈറോയിഡ്, രണ്ടാമത്തത് റിക്കറൻറ്റ് ലാറിഞ്ചൽ നെർവ്. പാരാതൈറോയിഡ് നമ്മുടെ ശരീരത്തിൻ്റെ കാൽഷ്യം മെറ്റബോളിസത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ്. റിക്കറൻറ്റ് ലാറിഞ്ചൽ നെർവ് ആകട്ടെ നമ്മുടെ ശബ്ദത്തിനെ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഓപ്പൺ ശസ്ത്രക്രിയയിൽ പലപ്പോഴും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മൾ തൈറോയിഡ് സർജറി മാലിഗ്നൻസിക്ക് വേണ്ടി, ക്യാൻസറിന് വേണ്ടിയിട്ടാണ് ചെയ്യുമ്പോൾ. അതേസമയം നമ്മൾ എൻഡോസ്കോപ്പിക് താക്കോൽ ദ്വാര തൈറോയിഡ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ക്യാമറ കഴുത്തിനുള്ളിൽ വെച്ചിട്ട് വളരെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇതുതന്നെയാണ് ഓപ്പൺ സർജറിയിൽ നിന്നും താക്കോൽ ദ്വാര ശസ്ത്രക്രിയക്കുള്ള പ്രധാന അഡ്വാൻറ്റേജ്. അങ്ങനെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള വ്യൂവിൽ നമ്മളത് കാണുമ്പോൾ നമ്മൾ ഈ പാരാതൈറോയിഡിനെയും റിക്കറൻറ്റ് ലാറിഞ്ചൽ നെർവിനെയും വളരെ വ്യക്തമായിട്ട് കാണുകയും അതിന് യാതൊരു വിധത്തിലുള്ള ക്ഷതവും ഏൽപ്പിക്കാതെ നമുക്ക് ശസ്ത്രക്രിയ പൂർത്തിയാക്കാനും കഴിയുന്നു. മാത്രമല്ല, ഈ കാണാൻ അഭംഗിയുള്ള മുറിപ്പാടുണ്ടാകുന്നില്ല. 24 അല്ലെങ്കിൽ 48 മണിക്കൂറിന് ശേഷം രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നു. വളരെ വേഗം തന്നെ അവരുടെ നോർമൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു. മറ്റെന്തെങ്കിലും മെഡിക്കൽ കോമോർബിഡിറ്റീസ്, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അങ്ങനെയുള്ളവർക്ക് വലിയ മുറിപ്പാട് കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളോ എല്ലാം അവോയ്ഡ് ചെയ്യാനും കഴിയുന്നു. വളരെ കോമൺ ആയിട്ട് എസ്പെഷ്യലി ഫീമെയിൽസിൽ വരുന്ന ഈ ട്രീറ്റ്മെൻറ്റിന് ഈ കീഹോൾ ഓപ്ഷനെ പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ടോക്കിൻ്റെ പ്രധാന ഉദ്ദേശം. ഈ എൻഡോസ്കോപ്പിക് തൈറോയിഡക്ടമി തിരുവനന്തപുരത്തുള്ള നിംസ് മൈക്രോ ഹോസ്പിറ്റൽസിൽ വളരെ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കപ്പെടുന്നതാണ്. താങ്ക് യു.